എഡിറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ കാണുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നാണ്. അതായത് മറ്റുള്ളവരിടുന്ന ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നാണ്. സ്ക്രീൻ റെക്കോർഡോ സ്ക്രീൻഷോട്ടോ എടുക്കാണ്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ്. വേദ് എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. ചാനലിൻ്റെ പേര് എവറസ്റ്റ് ഓൾ യു നീഡ് ടു നോ എന്നാണ്. ഫുട്ബോൾ ടോക്കും ക്രിക്കറ്റ് ടോക്കും ഉള്ള ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു ചാനലാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വിസിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല ചാനലാണ്, നല്ല വീഡിയോസാണ് അവൻ ഇടുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. അതിന്നൊരു സ്റ്റാറ്റസാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ഗണേഷിൻ്റെ സ്റ്റാറ്റസാണ് നോക്കുന്നത്. ഇതിൽ കാണാം APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റാറ്റസാണ്. 2 സ്റ്റാറ്റസാണുള്ളത്. ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. സോ APJ അബ്ദുൽ കലാമിൻ്റെ 2 സ്റ്റാറ്റസാണ്. നിങ്ങൾക്ക് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഫോട്ടോ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫയൽ മാനേജർ എടുക്കുക. ഫയൽസ്, എൻ്റെ കയ്യിൽ ഫയൽസ് എന്നാണ് പേര്, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഫയൽ മാനേജർ ആയിരിക്കും. അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ SD കാർഡിലായിരിക്കും വാട്സാപ്പിൻ്റെ ആ ഫോൾഡർ ഉള്ളത്. എൻ്റെ കയ്യിൽ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ്. ഞാനപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ആ വാട്സാപ്പിൻ്റെ ഫോൾഡർ എടുക്കുക. വാട്സാപ്പിൻ്റെ ഫോൾഡർ ഇതിൽ കാണാം. കുറച്ച് അടിയിലേക്ക് പോകണം, W. ഇപ്പോൾ കാണാം വാട്സാപ്പ്. അതിൽ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടു ഇതിൽ കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ട്. ഇമേജസ്, സ്റ്റിക്കേഴ്സ്, ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ്, അനിമേറ്റഡ് ജിപ്സ്, വോയിസ് നോട്ട്സ്, വാൾപേപ്പർ, പിന്നെ പ്രൊഫൈൽ ഫോട്ടോസ്. ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു 3 ഡോട്ട്സ്. ആ 3 ഡോട്ട്സ് ചിലപ്പോൾ കുറച്ച് ഫോൺസിലൊക്കെ മുകളിലായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതും ക്ലിക്ക് ചെയ്യാം. ഇതിലിപ്പോൾ ഷോ ഹിഡൻ ഫയൽ, ഷോ ഹിഡൻ മീഡിയ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. അത് ഓഫാണ്, അത് രണ്ടും ഓൺ ചെയ്യുക. അപ്പോൾ അത് ഓൺ ചെയ്തു. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാം സ്റ്റാറ്റസസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂ ഫോൾഡർ കാണാം. അതിലായിരിക്കും വാട്സപ്പ് സ്റ്റാറ്റസ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന APJ അബ്ദുൽ കലാമിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചു തരാം. ആ ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൽ വീഡിയോസും സേവ് ആവും. 24 ഹവേഴ്സിനുള്ളിൽ ഇത് ഡിസപ്പിയർ ആവും. കാരണം വാട്സപ്പ് സ്റ്റാറ്റസ് 24 ഹവേഴ്സ് ആണ്, ഒരു ഡേ ആണ്. ആ ഫോട്ടോ കാണാം, നേരത്തെ കാണിച്ചു തന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഫോട്ടോ ഇതാണ്. ഇത് നിങ്ങൾ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിടുക. ഡൗൺലോഡ്സിലേക്കോ ഡോക്യുമെൻറ്റ്സിലേക്കോ ഒക്കെ കോപ്പി ചെയ്തിടുക. അപ്പോൾ അത് കോപ്പിയായി. ഇനി ഇത് പോകാൻ സാധ്യതയില്ല. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താഴത്തൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു PCM Editx. താങ്ക് യു.